Good evening, all of you. For this message have been given by His Excellency Honorable Professor Dr. Suresh K. Guptan, Director, Arogya Institute of Medical Research Center, Ambassador, IHRO. ആദ്യമായി ഞങ്ങളുടെ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെൻറ്ററിൻ്റെ ഗവേഷണ വിഭാഗത്തിൻ്റെ പ്രത്യേക സമാനതകളില്ലാത്ത ഒരത്ഭുതം അല്ലെങ്കിൽ മെഡിക്കൽ മിറാക്കിൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 6 മാസത്തിന് മുമ്പ് 25 കൊല്ലമായി മൈഗ്രെയിൻ അഥവാ ലോകത്തിലെ 19ാമത്തെ ഏറ്റവും വലിയ ഗുരുതര രോഗമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത്. അതിന് ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. 25 കൊല്ലമായി മൈഗ്രെയിൻ മാറാതെ ഞങ്ങളുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗതികെട്ട് വന്നെത്തിയ വാളാഞ്ചേരിയിലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ് ശ്രീമതി ലതയുടെ അഭിപ്രായം ഏകദേശം ഇപ്പോൾ പരിപൂർണമായും രോഗം മാറിയിരിക്കുകയാണ്. അവരുടെ അഭിപ്രായം നമുക്ക് ശ്രദ്ധിക്കാം. പ്ലീസ് ലത പറയൂ, എന്നാണ് ലത ഇവിടെ എത്തിയത്? ഞാൻ 6 മാസമായി ഇവിടെ എത്തിയിട്ട്. അതിന് മുന്നേ പല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെന്റ് നോക്കിയതാണ്. 25 വർഷമായി എനിക്ക് മൈഗ്രെയിൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇവിടെ വന്ന് 2 മാസമൊക്കെ ആയപ്പോൾ തന്നെ കുറവ് തോന്നി തുടങ്ങി. ഇപ്പോൾ പൂർണ്ണമായും മാറി എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. 6 മാസം കൊണ്ട് ഇത്രയും ആയിട്ടുണ്ട്. ഇനി 2 മാസം കൂടി ഉണ്ട് ട്രീറ്റ്മെന്റ്. അതൊക്കെ പൂർണ്ണമായും ഭേദമാവുമെന്നാണ് എന്റെ വിശ്വാസം. 25 കൊല്ലമായി മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് കടുത്ത തലവേദന ലത അനുഭവിച്ചിരുന്നു. ലോകത്തിലെ ഒരു ഹോസ്പിറ്റലിനും ഈ മൈഗ്രെയിനിൻ്റെ മൂല കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഔദ്യോഗിക ജോലി പോലും വൃത്തിയായി കൃത്യമായി ചെയ്യാൻ ലതയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ലതയുടെ വിദ്യാഭ്യാസം എന്താണ്? ലത ഏതുവരെയാണ്? പഴയ ബി എഡ് കഴിഞ്ഞ ഒരു സഹോദരിയാണ്. അപ്പോൾ ബാങ്കിൽ ഉദ്യോഗസ്ഥയാണ് വാളാഞ്ചേരിയിൽ, അല്ലേ? അപ്പോൾ തീർച്ചയായും മൈഗ്രെയിൻ ഇപ്പോൾ ഏകദേശം പരിപൂർണമായി ഭേദമായി എന്ന് വേണം കരുതാൻ, ശരിയല്ലേ? ഇതിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ശ്രീമതി സജിനിയും ഒപ്പമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ